നമസ്കാരം. ഞാൻ ഡോക്ടർ അബ്ദുൽ തവാബ്, രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നിയോനേറ്റോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിമച്യൂരിറ്റി അഥവാ പ്രീ ടേം ഡെലിവറീസിനെ കുറിച്ചാണ്. നമ്മളൊരു പൂർണ്ണമായ മാസം തികയാൻ പോകുന്നതെന്ന് പറയുന്നത് 40 വീക്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ്. പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത് 37 വീക്സ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് 30 ആഴ്ച കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പത്തെ ഡെലിവറീസിനെയാണ് നമ്മൾ പ്രിമച്യൂരിറ്റി അല്ലെങ്കിൽ പ്രീ ടേം ഡെലിവറീസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരു 28 വീക്സിൽ താഴെയുള്ള ബേബീസിനെയാണ് നമ്മൾ എക്സ്ട്രീം പ്രിമച്യൂർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബേബീസിൻ്റെ വെയിറ്റും യൂഷ്വലി വളരെ കുറവായിരിക്കും. യൂഷ്വലി ഒരു 1 കിലോ താഴെ ആയിരിക്കും ഈ എക്സ്ട്രീം പ്രീ ടേം കാറ്റഗറി ബേബീസിന് വരുന്നത്. ഇങ്ങനത്തെ ബേബീസിന് ചില ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂഷ്വലി ഒരു പ്രീ ടേം ഡെലിവറി ഉള്ളപ്പം നമ്മൾ ആൻറ്റിനേറ്റൽ കൗൺസിലിംഗ് കൊടുക്കും. അതായത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ യൂഷ്വലി പേരൻസൊക്കെ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. ധാരാളം ഡൗട്ട്സ് ഉണ്ടാകും. മെയിൻലി കുഞ്ഞുങ്ങളുടെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുണ്ടോ, കോസ്റ്റ് എത്രയാവും, എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കും എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഒരുപാട് കൺസേൺഡാണ് യൂഷ്വലി പേരൻസ്. നമ്മൾ പലപ്പോഴും 2 എക്സ്ട്രീം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അതായത് ചില പേഷ്യൻസ് പറയും ഒരു 28 ആഴ്ച ആയല്ലോ, കുഞ്ഞുങ്ങൾക്കിനി ഡെലിവറി ആയാലും ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും, അപ്പം ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. ചിലർ നേരെ ഓപ്പോസിറ്റ് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരു 23 ആഴ്ച 24 ആഴ്ച ആകുമ്പോൾ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വീട്ടിലടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെലിവറി ഉണ്ട് 24 വീക്സ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിനും കുഴപ്പമൊന്നും വരില്ല, അതുകൊണ്ട് വളരെ പ്രോബ്ലമൊന്നും ഇല്ല എന്ന് കരുതുന്ന പേരൻസും ഉണ്ട്. 2 എക്സ്ട്രീംസും യൂഷ്വലി നല്ലതല്ല. ഒരു പ്രിമച്വർ ആകുമ്പം ചില ഇഷ്യൂസ് വരാം, പക്ഷെ പൂർണ്ണമായിട്ടും ഇഷ്യൂസ് വരുമെന്ന് നിർബന്ധമില്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു 25 ആഴ്ച അതായത് 25 വീക്സ് ആകുന്ന കുഞ്ഞുങ്ങൾ ഒരു 70% സർവൈവലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് യൂഷ്വലി കാണിക്കാറ്. ഇതിൽ ജീവിച്ച് അതായത് ഡിസ്ചാർജായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 70% ഓഫ് ബേബീസിന് മേജർ ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഇതിപ്പം നമ്മൾ ഓരോ ആഴ്ചകൾ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 25 വീക്സിൻ്റെയാണ്, 25 ആഴ്ച. ഓരോ ആഴ്ചകൾ മുന്നോട്ട് പോകുമ്പം അതിനുള്ള കോംപ്ലിക്കേഷൻസിന് ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഓരോ ആഴ്ച കുറയുവാണെങ്കിൽ കോംപ്ലിക്കേഷന് ചാൻസ് കൂടുതലാണ്. ഒരു 23-24 ആഴ്ചയൊക്കെ ആകുമ്പം കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ബേബീസിന്. മറ്റ് പല ഇഷ്യൂസും ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഇപ്പം വെയിറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ട്, അപ്പം അങ്ങനത്തെ ബേബീസിന് ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് അല്പം കൂടുതൽ കൂടിയാണ്. നമ്മൾ 100% ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ ഭൂരിഭാഗം കുഞ്ഞുങ്ങളും വലിയ പ്രോബ്ലം ഇല്ലാതെയാണ് നമ്മൾ കാണാറ് ഡിസ്ചാർജായി പോകുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞാലുള്ള ഇപ്പം എന്താണ് ഉള്ളതെന്നാണ് യൂഷ്വലി എല്ലാവരും ചോദിക്കുന്നത്. ഇവരുടെ എല്ലാ ഓർഗൻസും തന്നെ ചെറുത് മാത്രമല്ല മെച്യൂരിറ്റി കുറവും കൂടെ ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലങ്സിൻ്റെ മെച്യൂരിറ്റി കുറവുണ്ടാകും. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കരയാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം, ശ്വാസം മുട്ടലുണ്ടാകാം. ചില ബേബീസിന് സപ്പോർട്ട് ആവശ്യം വരാം. ചില ബേബീസിന് CPAP എന്നുള്ളത് നമ്മൾ മൂക്കിൽ പ്രഷർ കൊടുക്കുന്നൊരു മെഷീനെയാണ് CPAP എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് വെന്റിലേറ്ററിൻ്റെ ആവശ്യം വന്നേക്കാം. നമ്മൾ സർഫാക്ട് എന്ന് പറയും, ലങ്സിൻ്റെ മെച്യൂരിറ്റി കൂട്ടാനായിട്ട് കൃത്രിമമായിട്ടും കൊടുക്കുന്ന ഒരു ദ്രാവകമാണ് സർഫാക്റ്റിൻ. അതിൻ്റെ ആവശ്യം ചില കുഞ്ഞുങ്ങൾക്ക് വരാം. പിന്നീട് വരുന്നത് നമുക്ക് അപ്നിയ ഓഫ് പ്രിമച്യൂരിറ്റി എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ബ്രീത്ത് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകാം. അപ്പോൾ അതിന് ചിലപ്പോൾ മെഡിസിൻസ് ആവശ്യം വരാം, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട്സ് എല്ലാം ആവശ്യം വരാം. ഇവരുടെ ഈ മെച്യൂരിറ്റി കുറവ് എന്ന് പറയുന്ന പോലെ തന്നെ കുടലിനും ഇമ്പോർട്ടൻ്റ് ആണ്. മെച്യൂരിറ്റി കുറവ് കാരണം നമുക്ക് ഫീഡ് ഇനിഷ്യലി തന്നെ നമുക്ക് പാല് ഡയറക്റ്റ്ലി കുടിക്കാനോ പാല് കൊടുക്കാനൊന്നും സാധിക്കില്ല. അപ്പം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വെയിനിക്കൂടെ ആയിരിക്കും യൂഷ്വലി ഇനിഷ്യലി ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയും. നമ്മൾ കൃത്രിമമായിട്ട് പ്രോട്ടീന്, ഫാറ്റ് ഇതെല്ലാം കൃത്രിമമായിട്ട് കൊടുക്കേണ്ട വരും. വെയിനിക്കൂടെയാണ് യൂഷ്വലി കൊടുക്കുന്നത്. ഫീഡ് തന്നെ നമ്മൾ ചെറിയ തോതിലായിരിക്കും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. 1-2 ml വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഫീഡ് കുഞ്ഞ് ഡൈജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ കൂട്ടി നമ്മൾ വരുന്നത്. ഇവർക്ക് ടെമ്പറേച്ചർ മെയിൻ്റെനൻസും ചിലപ്പം ഡിഫിക്കൽട്ടി വരാം. ഇവർ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഫാറ്റും അതൊക്കെ കുറവായിരിക്കും. അപ്പം ചിലപ്പം വാർമറോ ഇൻക്യുബേറ്ററിൻ്റെ സപ്പോർട്ടോ ഒക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വരാറുണ്ട്. ഇങ്ങനത്തെ എക്സ്ട്രീം പ്രീടേം നേരത്തെ പറഞ്ഞല്ലോ, 28 വീക്സ് താഴെയുള്ള ബേബീസിൻ്റെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇവരുടെ പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും. മാത്രമല്ല നമ്മളിപ്പം ICU യൂസ് ലൈൻസൊക്കെ ആവശ്യം വരാം, ചിലപ്പം വെന്റിലേറ്ററിലായിരിക്കും.
ഇതൊക്കെ തന്നെ ആഡഡ് റിസ്ക് ആണ്. അപ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് അണുമുക്തമായിട്ടുള്ള എൻവയോൺമെൻറ്റിലായിരിക്കും ഇവരെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കുന്നത്. മറ്റ് ഓർഗൻസ്, അതായത് ഹാർട്ട്, ബ്രെയിന്, ഇങ്ങനത്തെ ഓർഗൻസിനും സപ്പോർട്ടിൻ്റെ ആവശ്യം വന്നേക്കാം. നമ്മൾ നമ്മൾ യൂഷ്വലി കാണുന്നത് ICUലൊക്കെ കാണാം, ആദ്യത്തെ 1-2 ആഴ്ച കുഞ്ഞ് സ്റ്റേബിളായി പോവുകയാണെങ്കിൽ, സപ്പോർട്ട്സൊക്കെ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണാറില്ല. യൂഷ്വലി പിന്നെ ലെങ്ത് ഓഫ് ദ സ്റ്റേ ആണ്. ഇപ്പോൾ എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കും, എത്ര നാൾ ICU കിടക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പല ഹോസ്പിറ്റലിലും പല പ്രോട്ടോകോൾസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒരു എക്സ്ട്രീം പീരീഡ്, അതായത് 28 താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 1-2 മാസം എന്തായാലും ICU സ്റ്റേ ആവശ്യം വരും ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക്. അതിനനുസരിച്ചുള്ള കോസ്റ്റും ആകാറുണ്ട്. ഈ കണ്ടീഷൻസിലൊക്കെ ഫാമിലിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് മദേഴ്സിന് നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ NICUവിൽ മദേഴ്സിന് എപ്പോഴും ആക്സസ് ഉണ്ടാവും. ഇനിഷ്യലി തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്യും. ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ഉണ്ട്. ബേബി ഒന്ന് സ്റ്റേബിൾ ആവുകയാണെങ്കിൽ നമ്മൾ KMC അതുപോലെ തന്നെ ചെറുതായിട്ട് ബ്രസ്റ്റ് സക്കിയിപ്പിക്കാൻ കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഏത് ഡിസിഷൻ ആണെങ്കിലും നല്ലതാണ് ചീത്തയാണ്, ഡിസിഷൻസ് എല്ലാം ഫാമിലിയുടെ ഇൻവോൾവ്മെൻ്റ് കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് വാർത്തയും അവരുടെ അടുത്ത്, നല്ല വാർത്തയാണെങ്കിലും ചീത്ത വാർത്തയും ഓപ്പണായിട്ട് അവരുടെ സംസാരിക്കാറുണ്ട്. ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ് ഇങ്ങനത്തെ ബേബീസിൻ്റെ കണ്ടീഷനും നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള കെയർ കൊടുക്കുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള വളരെ എക്സ്ട്രീം പീരീഡ്, വളരെ പ്രിമച്ചുറായിട്ടുള്ള ബേബീസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ തീരുന്നില്ല. നമ്മൾ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക്. പ്രധാനമായും ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പ് എന്ന് പറയും. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ വളർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തല ഉറയ്ക്കുന്നത്, കമന്ന് കിടക്കുന്നത്, പിടിച്ചിരിക്കുന്നത്, കൈകൊണ്ട് എഴുതുന്നത്, സംസാരിക്കുന്നത്, ഇങ്ങനത്തെ ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഇതെപ്പോഴും കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചല്ല നമ്മൾ നോക്കേണ്ടത്, കറക്റ്റഡ് ഏജ് എന്ന് പറയും. ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള ഏജ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് എത്രമാത്രം പ്രിമച്ചുർ ആണെന്ന് മൈനസ് ചെയ്യണം. സപ്പോസ് ഒരു 3 മാസം ഏർലി ആയിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഒരു 9 മാസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചെങ്കിൽ നമ്മൾ 6 മാസത്തെ ഡെവലപ്മെൻറ്റൽ ഏജ് എന്ന് പറയും. അതായത് കുഞ്ഞ് 6 മാസം ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ, 9 മാസം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചായാൽ പോലും. അത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അസസ് ചെയ്യേണ്ടത്. കൂടാതെ കണ്ണിൻ്റെ ROP എന്ന് പറയും, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, കുഞ്ഞുങ്ങളുടെ കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. കേൾവി നോക്കേണ്ടി വരും. ചില കുഞ്ഞുങ്ങൾക്ക് ഇനിഷ്യലി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ലേണിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഓട്ടിസം, ADHD അങ്ങനത്തെ ഇഷ്യൂസിൻ്റെയൊക്കെ സ്ക്രീനിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിഷ്യൽ ഫേസ് നോർമൽ ആണെങ്കിൽ പോലും ഒരു 5 തൊട്ട് 8 വയസ്സ് വരെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഭൂരിഭാഗം പ്രിമച്ചുറായിട്ടുള്ള ബേബീസിനും കാര്യമായിട്ടുള്ള ഇഷ്യൂസ് വരാറില്ല, പക്ഷെ ഒരു മൈനോറിറ്റി ഓഫ് ദ ബേബീസിന് ഇഷ്യൂസ് വരാം. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ പ്രിമച്ചുറായിട്ടുള്ള ഡെലിവറി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിലുള്ള ആൻറ്റിനേറ്റൽ കെയർ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം BP കൺട്രോൾ ചെയ്യുക, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. ചില കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് പ്രിമച്വർ ഡെലിവറി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമ്മയ്ക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള BP ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ രക്തയോട്ടത്തിനെ ബാധിക്കുന്നുണ്ട്, അനക്കക്കുറവുണ്ട്, അങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മളിപ്പം ആൻറ്റിനേറ്റലീസ് നമ്മൾ സ്റ്റിറോയിഡ് എന്നുള്ള ഇഞ്ചക്ഷൻ എടുക്കാം, ലങ്സിൻ്റെയൊക്കെ മെച്യൂരിറ്റി കൂട്ടാനായിട്ട്. ബ്രെയിനിന് ഹെൽപ്ഫുൾ ആകുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. ഡെലിവറി എപ്പോഴും ഒരു നല്ല NIC ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യേണ്ടതാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് വെന്റിലേറ്റർ സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ ഇപ്പം TP എന്ന് പറയും, ടോട്ടൽ പെരൻ്റൽ കൃത്രിമമായിട്ടുള്ള പ്രോട്ടീൻ ഫയർ, ഇതൊക്കെ കൊടുക്കാൻ സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യേണ്ടതാണ്. നമുക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു 100% ഒരിക്കലും നമുക്ക് ഒരു അഷ്വറൻസ് തരാൻ പറ്റില്ല, കുഞ്ഞ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ദ എക്സ്ട്രീം പ്രീടേം ബേബീസ് സർവൈവ് ചെയ്യാറുണ്ട്, വലിയ പ്രോബ്ലം ഇല്ലാതെ പോകാറുമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ധാരാളം 28 വീക്കിൽ താഴെയുള്ള ബേബീസ് ഡെലിവർ ആകാറുണ്ട്. നമ്മുടെ ഒരു ലോവസ്റ്റ് ഫോർച്ചുനേറ്റ്ലി നമുക്കൊരു 22 വീക്സറാണ് സർവൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 400 ഗ്രാം ആയിരുന്നു ആ ഒരു കുഞ്ഞിന്. ഒരു കുഞ്ഞ് ട്വിൻസാണ്, ഒരു കുഞ്ഞ് ഇപ്പം വലുതായിട്ടുണ്ട്, വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാ 22-23 വീക്കറും നോർമൽ ആവുമെന്നല്ല, പക്ഷെ ഒരു കുറച്ചും കൂടെ വലിയ ഒരു 27-28 മോസ്റ്റ് ഓഫ് ദ ബേബീസും യാതൊരു പ്രശ്നമില്ലാതെ നമ്മൾ കാണാറുണ്ട്.
പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യണം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പം നല്ല കെയറുകൾ കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രീം പ്രീടേം ബേബീസിനും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പ്രീടേം എസ്പെഷ്യലി എക്സ്ട്രീം പ്രീടേം ബേബീസിനും ഒരു നോർമൽ ലൈഫ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.